അറിയില്ലേ ഞങ്ങളെ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിലാട്ടോ. അത് കണ്ടിട്ട് ഞങ്ങൾ നമ്മളെ KSRTC അതായത് നമ്മള് മുത്തങ്ങയ്ക്ക് അതുപോലെ തന്നെ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വരുന്നവർക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കേരള സർക്കാരിന്റെ KSRTC അടിപൊളിയായിട്ട് ബെഡ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഡോർമെട്രി രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് 1, 2, 3, 4 കേട്ടോ. അതിൽ AC ഉണ്ട്, നോൺ AC ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. അത് വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്കിട്ടോ. എന്നാവാ ഇതാട്ടോ നമ്മളെ KSRTCയിലെ ഡോർമെട്രി സിസ്റ്റം അടിപൊളിയ സാധനമാണ് ഇത്. നമ്മൾക്ക് പിന്നെ വയനാട്ടിൽ എവിടെ വരാൻ രാത്രി സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിൽ കേട്ടോ കണ്ടില്ലേ, നല്ല അടിപൊളി ആംബിയർ ഉള്ള ഒരു സ്ഥലം കേട്ടോ. AC ആണ്. നോൺ AC ഉള്ളവർക്ക് നോൺ AC എടുക്കാം, AC ഉള്ളവർക്ക് AC എടുക്കാം. 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ കണ്ടില്ല നമ്മളെ നമ്മൾ കൂടെ വന്ന 5-6 ചങ്കളുണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അങ്ങോട്ട് കണ്ടില്ലേ, അടിപൊളി സ്പേസ് ആട്ടോ. ഉറങ്ങാൻ പറ്റിയ അല്ല അടിപൊളി ആംബിയർ. എന്തൊന്ന് ഒന്ന് പറഞ്ഞു നോക്കണേ. അടിപൊളി നമ്മളെ ഡോർമെട്രി KSRTC മുതലുണ്ട്. ശരി. നല്ല കൂളിംഗ് ഉള്ള AC കേട്ടോ. നല്ല അടിപൊളി AC ആണ്. നമുക്ക് ചാർജർ കുത്തിയേക്കാൾ എല്ലാ സ്പേസും നമ്മളെ അടുത്ത ആളോട് ഒന്ന് അഭിപ്രായം ചോദിച്ചോ കേട്ടോ. ഒന്ന് പറഞ്ഞോട്ടേക്ക്. അഭിപ്രായം നല്ല ആശയാണ്. വയനാട് പിന്നെ ഒരു ദിവസത്തെ സ്റ്റേ നോക്കുന്നവർക്ക് ഈ സ്റ്റേ നമുക്കിപ്പോ ബാംഗ്ലൂർ പോകുന്ന പ്രത്യേകിച്ച് ഫാമിലി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഒക്കെ മൈസൂർ ട്രിപ്പ് പോകുന്നവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഏർലി മോർണിംഗ് തന്നെ മുത്തങ്ങ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ആനിമൽ സൈറ്റിംഗ് കിട്ടും. പിന്നെ രാവിലെ ഒരു പ്രഭാതത്തിലെ ഫോറസ്റ്റിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഇടത്താവളാണ് ഇത്. ഇനി വയനാട് ഇറങ്ങുന്നവർക്കാണെങ്കിൽ പുൽപ്പള്ളി രാവിലെ കുർവാദ്വീപ് പോകുന്നവര് KSRTCയോട് നിർദ്ദേശിക്കാനുള്ളത് ഇതിപ്പോ സ്റ്റേ എന്നുള്ളത് നല്ല ആശയമാണ്. ഇതുപോലെ തന്നെ ഒരു കാരവൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫാമിലി ട്രിപ്പ് എടുക്കുക, അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ അഥവാ സൈഡ് വിൻഡോ, ഇതിപ്പോ സൈഡ് കവർ ചെയ്തിട്ടാണ് സൈഡ് വിൻഡോ അല്ലെങ്കിൽ സ്ലീപ്പർ ബസ്, ഒരു 10 പേർക്ക് കമത്തുന്ന സ്ലീപ്പർ ബസ് അത് വെച്ചിട്ട് ഒരു കാരവൺ തുടങ്ങുകയാണെങ്കിൽ നന്നായിട്ട് വിജയിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് 3 ദിവസം റൂം നമുക്ക് വലിയ എക്സ്പെൻസ് ആണ്. പക്ഷെ KSRTC ഉല്ലാസയാത്രന്റെ ഭാഗമായിട്ട് ഇത് കംപ്ലീറ്റ് താമസവും യാത്രയും ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു വിജയകരമായിട്ടുള്ള ഒരു ആശയമായിരിക്കും. നല്ലൊരു ആശയമായിട്ട് മുന്നോട്ടേക്ക് നല്ല, അതായത് സർക്കാരിനോട് അതെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് ഉപദേശിക്കുന്ന ചെറിയൊരു ആശയം. 5, 6, 7, 8 ബെഡ് സ്പേസ് എന്ന് പറയാം. ബെഡ് സ്പേസ് നല്ല സേഫ്റ്റി ആണല്ലേ. ചൊറുക്കൂട്ടിയാണെങ്കിൽ കടത്തേക്ക് പോയരുത്. ഇതുള്ളത് മട്ടത്തില് വരുമാനമുള്ള മാർഗമാക്കി മാറ്റുക. അപ്പൊ ഏകദേശം അപ്പൊ കണ്ടില്ല, ഇതാണ് നമ്മളെ കേരള സർക്കാരിന്റെ ഡോർമെട്രി എന്ന് പറഞ്ഞ KSRTCന്റെ അടിപൊളി ബെഡ് സ്പേസ്. ഇപ്പൊ രാത്രിയൊക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ലോങ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങാം. ഇത് ബുക്കിംഗ് ചെയ്യണല്ലേ ശരിക്ക്. സ്പോട്ട് ഉണ്ട് ഇതാ. അതെ അതെ, ബുക്കിംഗ് ആണ് നല്ലത്. അപ്പൊ ഓക്കെ, അപ്പൊ മാക്സിമം അതൊന്ന് യൂസ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ. ആ ഡ്രസ്സ് റൂം ഇത് അടുത്തത്